പാലക്കാട് ചിറ്റൂരിലാണ് ഇരട്ട സഹോദരങ്ങളെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥിന്റെ മക്കളായ രാമനും ലക്ഷ്മണനുമാണ് മരിച്ചത്. ഇന്നലെയാണ് ഇരുവരെയും കാണാതായത്. സാജിദ അജ്മൽ തുടരുന്നുണ്ട്. സാജിദ, ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി കുട്ടികൾ വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു. പക്ഷേ എവിടെ കാണാമെന്ന് അറിയില്ലായിരുന്നു. വളരെ വൈകിയും കാണാതായതോടെയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. അപ്പോൾ തന്നെ തെരച്ചിലൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെയാണ് അവിടെയുള്ള ശിവക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിൽ നിന്ന് ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് അവിടെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുകയായിരുന്നു. വളരെ വൈകാതെ തന്നെ ഇപ്പോഴിതാ രണ്ടാമത്തെ സഹോദരന്റെയും മൃതദേഹം ലഭിച്ചിരിക്കുന്നു. സാജിദ അജ്മൽ തുടരുന്നുണ്ട്. സാജിദ, മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർ നടപടികളൊക്കെ എപ്പോഴായിരിക്കും? ആശുപത്രിയിൽ വെച്ച് തന്നെ ഉടൻ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ കാശി വിശ്വനാഥന്റെ മക്കളായ രാമൻ, ലക്ഷ്മണൻ എന്നീ ഇരട്ട കുട്ടികളാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഈ അപകടത്തിന് എന്താണ് കാരണം എന്നതിൽ ഒരു വ്യക്തതയില്ല. കുട്ടികൾ അങ്ങനെ സാധാരണ കുളിക്കാൻ ഇറങ്ങുന്നതല്ല എന്നുള്ളതാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മീൻ പിടിക്കാൻ പോകാറുണ്ട്. അങ്ങനെ മീൻ പിടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കുട്ടി അപകടത്തിൽപ്പെടുകയും മറ്റേ കുട്ടി രക്ഷിക്കാൻ ശ്രമിച്ചതാണോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപായം സംഭവിച്ചതാണോ എന്നുള്ള കാര്യം എല്ലാം തന്നെ അറിയണം. ഈ കുളിക്കാനാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരട്ട കുട്ടികളായ രാമണനും ലക്ഷ്മണനുമാണ് അപകടത്തിൽ പെടുന്നത്. ഇന്നലെ രാത്രി മുതൽ ഈ കുട്ടികളെ കാണാൻ ഇല്ല. ഈ 6 മണിക്ക് ശേഷമാണ്, 6 മണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് രാത്രിയാകുന്നത് കൊണ്ട് തന്നെ പിന്നീട് കാണാതായതോടു കൂടിയാണ് ഇവരെ കുറിച്ച് അന്വേഷണം നടത്തുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ലക്ഷ്മണൻ എന്ന കുട്ടിയുടെ മൃതദേഹം ആദ്യം കുളത്തിൽ നിന്ന് കണ്ടെത്തുന്നത്. പിന്നീട് ഈ പ്രാഥമികമായ തിരച്ചിലൊന്നും തന്നെ ഈ രാമൻ എന്ന കുട്ടിയുടെ മൃതദേഹം ലഭിച്ചില്ല. പിന്നീട് കുളത്തിന്റെ അടിയിലിറങ്ങി ഈ വലിയ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ എത്തി നടത്തിയ പരിശോധനയിലാണ് രാമൻ എന്ന കുട്ടിയുടെ മൃതദേഹം കൂടി ലഭിച്ചത്. ഇത് ക്ഷേത്രക്കുളമാണ്, വലിയ കുളമാണ്, 1 ഏക്കറിലധികം വലിപ്പമുള്ള കുളമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് നടത്തിയ തിരച്ചിലാണ് രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം കൂടി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ആ കുടുംബം വലിയ പ്രയാസത്തിൽ തന്നെയാണ്. ഇരട്ട കുട്ടികളെയാണ് അച്ഛനും അമ്മയ്ക്കും നഷ്ടമായിരിക്കുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്നുള്ളൊരു പ്രദേശവാസിയുടെ പ്രതികരണത്തിലേക്ക്. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് പെട്ടതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. നീന്തൽ പഠിക്കുന്നുണ്ട് കുട്ടികൾ? ഇല്ല ഇല്ല, ഞങ്ങൾ ചിറ്റൂരാണ് പഠിക്കുന്നുണ്ട്. ഈ കുളത്തിൽ സാധാരണ വരാറുണ്ട്? പഠിപ്പിക്കാറുണ്ട്. മോൺസ് സ്കൂളിൽ 9th വീലാണ് പഠിക്കുന്നത്. എൻ്റെ മോളുടെ ക്ലാസ്സിലാണ്. നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. ഞങ്ങളിന്നലെ കലോത്സവ വേദിയിലായിരുന്നു 10 മണി വരെ. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു 11 മണിക്ക് ശേഷമാണ് അങ്ങനെ മിസ്സിംഗ് എന്നുള്ള വിവരം അറിഞ്ഞത്.